2019 ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളി തന്നെയെന്ന് നിഗമനം. ദേവസ്വം വിജിലൻസിന്റേതാണ് നിർണായക കണ്ടെത്തൽ. 2 ദിവസങ്ങളിലായി 7 മണിക്കൂറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്തത്. ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും വിജിലൻസിന്റെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങി. ദേവസ്വം രേഖകളിൽ ശില്പപാളി ചെമ്പായത് എങ്ങനെയെന്ന് പരിശോധിക്കും മീഡിയ 1 എക്സ്ക്ലൂസീവ്. RB സനൂപ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും. സനൂപ്, നിരവധി അഭ്യൂഹങ്ങൾ നിറഞ്ഞ ഒരു സംഭവമാണ്. ഇതുവരെ എന്താണ് യഥാർത്ഥ സ്വർണമാണോ ചെമ്പാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ വിജിലൻസിന്റെ കണ്ടെത്തൽ എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം എങ്ങനെയാണ് വിജിലൻസ് തള്ളുന്നത്? ജീന, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഏകദേശം 7 മണിക്കൂറോളമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത്. അതിനു മുമ്പേ തന്നെ 2 വട്ടം ബംഗളൂരിൽ വെച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ നിർണായകമായിട്ടുള്ള പല രേഖകളും ദേവസ്വം ഓഫീസിൽ നിന്ന്, അതേപോലെ തന്നെ ഈ 1999 രേഖകളടക്കം ദേവസ്വം വിജിലൻസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് പൂർത്തിയായ ശേഷമാണ് ഈ 2019 ഈ ചെമ്പ് പാളിയാണ് കൊടുത്തുവിട്ട് എന്നുള്ള ത്തിന്റെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വാദം തള്ളിക്കൊണ്ട് അത് സ്വർണം തന്നെയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയത്. അത് ഈ കേസിന് തന്നെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം ദേവസ്വം ഇറക്കിയ രേഖകളിലടക്കം ഇത് ചെമ്പ് പാളി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ച് പറയുന്നു അത് ചെമ്പ് പാളിയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഈ കേസിന് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി എന്നുള്ള കാര്യം അത് ദേവസ്വം രേഖയിലടക്കം ചെമ്പ് പാളിയായി എന്നുള്ള കാര്യവും വിശദമായിട്ട് അന്വേഷിക്കാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് നിർണായകമായ എന്തൊക്കെ തെളിവുകളാണ് ദേവസ്വം വിജിലൻസ് ലഭിച്ചത് എന്നാണ് കരുതുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം തെറ്റാണെന്ന് എങ്ങനെയാണ് ഈ വിജിലൻസ് ഒരു നിഗമനത്തിലെത്തിയത്? എന്തൊക്കെ രേഖകൾ അല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകൾ അവർക്ക് ലഭിച്ചെന്നാണ് പറയുന്നത്? ഈ 1998 സെപ്റ്റംബറിൽ വിജയ് മല്യ ഈ സ്വർണം പൊതിഞ്ഞതിന് പിന്നാലെ സ്വർണം പൊതിഞ്ഞിരുന്നു. അതിനുശേഷം ഈ 2019 മാത്രമാണ് ഇത് ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ മറ്റു പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ ദ്വാരപാലക ശില്പപാളിയുമായി ബന്ധപ്പെട്ട് വേറൊന്നും നടത്തിയില്ലായിരുന്നു. അപ്പം ദേവസ്വം വിജിലൻസ് ഈ പറയുന്ന മരാമത്ത് ഓഫീസിൽ നടക്കം പരിശോധനയിൽ തന്നെ അവർക്ക് വേണ്ട രേഖകളൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോഴൊക്കെ ഇല്ല, അത് ചെമ്പ് പാളി എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ കുടുങ്ങിയതോടുകൂടിയാണ് ഇത് കിട്ടിയ രേഖകളെല്ലാം തന്നെ ശരിയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ ഒരു കണ്ടെത്തൽ നടത്തിയതും ഇത് ഉറപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ഇത് ദേവസ്വം വിജിലൻസ് ആണ്. നമുക്കറിയാം ചെറിയൊരു വിഭാഗം മാത്രമാണ് ഈ SP വി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വളരെ 3 SIമാരും കൂടെ മാത്രമുള്ള ചെറിയൊരു വിഭാഗം, അതും ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. പോലീസിന്റെ ഡെപ്യൂട്ടേഷനൊക്കെയാണ് ഉദ്യോഗസ്ഥർ വരുന്നെങ്കിൽ പോലും അത് ദേവസ്വത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതേ ആവശ്യം, അതായത് ഒരു ആവശ്യപ്പെടാൻ അത് ദേവസ്വം വിജിലൻസിന്റെയും ഭാഗത്തു നിന്ന് ഹൈക്കോടതി ഉണ്ടാകും. അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൂടി ഉണ്ടാവാനുള്ള സാധ്യത മുന്നിലുണ്ട്. അതായത് സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് മറ്റൊരു ഏജൻസി കൂടി ഒരു സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചോ സ്റ്റേറ്റ് വിജിലൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂടെ ഉൾപ്പെടുത്തണം, അവർക്ക് നൽകണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ കൂടി എന്തായാലും ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സനൂപ്, ഒപ്പം തന്നെ ഇത് എങ്ങനെയാണ് ഈ രേഖകളിൽ ചെമ്പായത് എന്നുള്ള കാര്യം അതൊരു നിർണായകമായ ഒരു കണ്ടെത്തലായിരിക്കും. ആ ഒരു രീതിയിൽ കൂടി അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ശക്തമായ ഒരു തെളിവുകളടക്കം ഈ രേഖകളിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ സമർപ്പിക്കാൻ സാധിക്കൂ അല്ലേ? ജിന, നമുക്കറിയാം FIR ഇടാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിന്റെ ഒരു നാൾ വഴികളും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവേണ്ട ഒരു ഇതില്ല. കാരണം ഹൈക്കോടതി ഇത് അറിയിക്കുക, എന്തായാലും സംഭവിച്ചു എന്നുള്ള കാര്യത്തിന്റെ ഒരു വശം അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് ഒരുപക്ഷെ പോവേണ്ട ആവശ്യവും ഉണ്ടാവില്ല. കാരണം ഈ കേസെടുക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഒക്കെയുള്ള നീക്കമുണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലൊക്കെയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യം. ഇതിപ്പോ ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന പോലെ, അതായത്
എന്താണ് നടന്നത്, 2019 കൊടുത്ത സ്വർണ്ണപ്പാളി തന്നെയാണോ അല്ലെങ്കിൽ ചെമ്പുപാളിയാണോ, അതൊന്ന് കണ്ടെത്തുക. അതിനോടൊപ്പം തന്നെ ഇതെവിടേക്ക് കൊണ്ടുപോയി, അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ അങ്ങനത്തെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ മാത്രമായിരിക്കും ദേവസ്വം വിജിലൻസിന് കണ്ടെത്തേണ്ടിയിരിക്കുക. അതുകൊണ്ടാണ് അവർ തന്നെ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിനെ കൊണ്ട് ഇതിന്റെ ഉള്ളറകളിലേക്ക് കൂടി പോവുക. നിലവിലിപ്പോ 1998 മുതൽ ഈ 2025 വരെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു പറയുമെങ്കിലും അവർ ഈ അന്ന് 98 എന്താണോ ഇവിടെ സംഭവിച്ചത് അതിന്റെ രേഖകൾ ആദ്യം അത് കിട്ടിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസിലൊക്കെ പരിശോധന നടത്തിയും കിട്ടിയില്ല. പിന്നെ പക്ഷേ മരാമത്ത് ഫയലുകളിൽ നിന്നാണ് ദേവസ്വം വിജിലൻസിന് അതെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ രേഖകൾ, അതേപോലെ ദേവസ്വം സെക്രട്ടറിയുടെ രേഖകൾ, അവർ തമ്മിൽ കൊടുത്ത രേഖകൾ, അങ്ങനെ അന്ന് നടത്തിയതിന്റെ രേഖകളൊക്കെ തന്നെ കൃത്യമായിട്ടും അവർക്ക് ലഭ്യമാവുകയും ചെയ്തു. അതുപോലെ ചിത്രങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പിന്നെ ദേവസ്വത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ചോദ്യങ്ങൾ കുടുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നിഷേധിച്ചിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് പോയത്. പക്ഷേ ഈ ബംഗളൂരിലെ പരിശോധന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളെയും ബംഗളൂരിൽ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വഴി, ഇത് പോയതിന്റെ ഒരു വഴികളിലേക്ക് ദേവസ്വം വിജിലൻസും സഞ്ചരിക്കുകയും അതിൽ നിന്നുള്ള നിഗമനം തന്നെയാണ് ഇത് സ്വർണ്ണപ്പാളി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്രയും ദിവസം വലിയ ചർച്ചയ്ക്ക് നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജിലൻസിന്റെ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കും. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളി തന്നെയെന്നുള്ള നിഗമനത്തിനാണ് ഇപ്പോൾ വിജിലൻസ് എത്തിയിട്ടുള്ളത്. 7 മണിക്കൂറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ഇനി എങ്ങനെയാണ് ഇത് രേഖകളിൽ ചെമ്പായി മാറിയത് എന്നാണ് പ്രധാന ചോദ്യം. അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇനി നടക്കേണ്ടത്. വിശദാംശങ്ങളാണ് RB സനൂപ് നൽകിയത് തിരുവനന്തപുരത്ത്.